മോള് വന്നാൽ പിന്നെ ഒരു സ്റ്റേക്കേഷൻ പതിവാണ് കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ പോണത് ഇടുക്കി ജില്ലയിലെ കുളമാവിലുള്ള ഗ്രീൻബർഗ് റിസോർട്ടിലേക്കാണ് കേട്ടോ. 2 മണിക്കാണ് കേട്ടോ ഞങ്ങൾ റിസോർട്ടിൽ എത്തിയത്. വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് കഴിഞ്ഞേക്കന്നെ പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചു. നല്ല വിഭവസമൃദ്ധമായ ബൊഫറ്റ് ആയിരുന്നു കേട്ടോ. ഊണ് കഴിച്ചാൽ പിന്നെ ഒരു മധുരം നിർബന്ധമാണല്ലോ. ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കോട്ടേജിലേക്ക് പോയത്. ഇപ്രാവശ്യം നമ്മൾ 2 കോട്ടേജാണ് കേട്ടോ എടുത്തത്. നമ്മൾ കോട്ടേജിൻ്റെ അടുത്ത് തന്നെയാണ് മോളുവിൻ്റെയും ഋഷുവിൻ്റെയും കോട്ടേജ്. പിന്നെ നമ്മൾ റിസോർട്ടൊക്കെ ചുറ്റി കാണാൻ ഇറങ്ങി കേട്ടോ. 70 ഏക്കറിലാണ് ഇവിടുത്തെ പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയത് സിപ്പ് ലൈനിലേക്കാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കയാക്കിംഗ്, ബോട്ടിങ്, എന്താണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ് നമുക്ക് വെറുതെ ഇരിക്കേണ്ടി വരില്ല, കാരണം അത്രത്തോളം ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ ഈ റിസോർട്ടിൽ. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പോയി ചായ കുടിച്ചിട്ടോ. അതിന് ശേഷമാണ് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്നത്. വാട്ടർ സ്ലൈഡ്സ് ഒക്കെ ഉള്ളതാണ് കേട്ടോ, ചിൽഡ്രൻസ് പൂളിൽ നിന്നൊക്കെ കയറി കോട്ടേജിൽ പോയി ഒന്ന് റീഫ്രഷ് ആയപ്പോഴേക്കുണ്ടല്ലോ ഡിന്നർ കഴിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫുഡിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റൂല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഡിന്നർ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നൈറ്റ് വാക്കിങ്ങിന് പോയിട്ടോ. റിസോർട്ട് മൊത്തം ഞങ്ങൾ നടന്ന് കണ്ടു. പിന്നെ മോർണിംഗിലാണ് കേട്ടോ നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോണത്. എനിക്ക് ട്രക്കിംഗ് ഒക്കെ പൊതുവെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്, പക്ഷേ ഈ ട്രക്കിങ് ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. കാരണം ഒരു 15 മിനിറ്റത്തെ ട്രക്കിങ് ഉണ്ടായിരുന്നുള്ളൂ. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ ഇടുക്കി സിറ്റി മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവരുടെ ഓർഗാനിക് ഫാം കാണാനാണ് കേട്ടോ പോയത്. റിസോർട്ടിലേക്ക് ആവശ്യത്തിനുള്ള പാലും മുട്ടയൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. ഫാമിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള കോട്ടേജസ് ഒക്കെ കാണാൻ ഇറങ്ങിയതാണ് കേട്ടോ. ട്രീ ഹട്ട് ഒരു രക്ഷയില്ല, എന്ത് രസം അറിയോ കാണാൻ. അതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കോട്ടേജസ് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി. അതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ ആസ്വദിക്കാൻ പോയത്. ഇവിടെ ഒരുപാട് ചോയ്സ് ഉണ്ട് കേട്ടോ ഗെയിംസിന്. പിന്നെ ഈ റിസോർട്ടിൽ ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാലേട്ടൻ്റെ 12th മാനൊക്കെ ഈ ഒരു റിസോർട്ടിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അഡ്വഞ്ചറസ് ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. മോളും ഋഷിയൊക്കെ കടഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ആവുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ റിസോർട്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് ചില്ല് ചെയ്യാനായിട്ട്.